രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ സ്വകാര്യതകൾ മറ്റാരും അറിയരുതെന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, വോയിസ് റെക്കോർഡ്സ് തുടങ്ങി പലവിധ ഫയലുകൾ മറ്റാരും അറിയാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് വെറുമൊരു ആപ്ലിക്കേഷൻ അല്ല. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെന്ന് മറ്റാർക്കും അറിയുക പോലുമില്ല. ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകളും ഡോക്യുമെന്റ്സും അതുപോലുള്ള മറ്റ് ഫയലുകളും ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അത് എങ്ങനെയാണെന്നല്ലേ? ഇപ്പോഴേ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ച് വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾ പോയി ഇതുപോലെ ക്ലോക്ക് ലോക്ക് ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ലോഡിംഗ് ആവുന്നതാണ്. ആ ലോഡിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം വെൽക്കം ടു ക്ലോക്ക് വാൾട്ട്, ഹൈഡ് ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ്, കോൺടാക്ട്സ് ആൻഡ് നോട്ട്സ് ബിഹൈൻഡ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിൻ്റെ മറവിൽ നിങ്ങൾക്ക് ഹൈഡ് ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ്, കോൺടാക്ട്സ്, ഡാറ്റാസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഞാൻ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുന്നു. ശേഷം സ്ട്രോങ് പ്രൈവസി എന്ന് പറയുന്നുണ്ട്, നെക്സ്റ്റ് അടിക്കുന്നു. ശേഷം പ്രൈവറ്റ് വെബ് ബ്രൗസർ, അതായത് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഉപയോഗിക്കുന്ന ബ്രൗസിംഗ് ഹിസ്റ്ററി ഇവർ പുറത്തൊന്നും വിടില്ല, അത്രയ്ക്ക് സേഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് എന്ന് അടിച്ചു കൊടുക്കുന്നു. ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് ഒന്നുകൂടി കൊടുക്കുന്നു. ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്ലോക്കിൻ്റെ ടൈം ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 0000 എന്നാണ്. ആ ടൈമിംഗ് ഞാനിവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു 8ൻ്റെ അവിടെ കൊണ്ടുവെക്കുന്നു, അതായത് 40. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ആ മിനിറ്റ് ഹാൻഡ് കൊണ്ടുപോയി 8ൻ്റെ അടുത്ത് വെച്ചപ്പോൾ ഇവിടെ മിനിറ്റ് 40 ആയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഹവർ ഹാൻഡ് കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഉദാഹരണത്തിന് ഞാൻ ഒരു 5ൻ്റെ അവിടെ കൊണ്ടുവെക്കുന്നു. ഇനി നമുക്കിവിടെ ഇഷ്ടമുള്ള ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോക്കിൻ്റെ സെൻട്രലായി കാണുന്ന ഈ ഒരു റൗണ്ടിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ആ ടൈമിംഗ് ഒന്നുകൂടി റീസെറ്റ് ആയിട്ടുണ്ട്. ആ ടൈമിംഗ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടൈം തന്നെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അതായത് 8ൻ്റെ അവിടെ കൊണ്ടുവച്ചു 40 മിനിറ്റായി, 5ൻ്റെ അവിടെ കൊണ്ടുവച്ചു 5:40 ഇപ്പോൾ ടൈമിംഗ്. ഇനി ഒന്നുകൂടി ആ ക്ലോക്കിൻ്റെ സെൻട്രലിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ശേഷം ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ അലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചോദിക്കുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷന് നോട്ടിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഡോണ്ട് അലോ എന്ന് കൊടുക്കുന്നു. ശേഷം ഇവിടെ പിക്ചേഴ്സ്, വീഡിയോസ്, അതർ ഫയൽസ്, ഡൗൺലോഡ്, പ്രൈവറ്റ് ബ്രൗസർ എന്നിങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ താഴെയായി നമുക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. അത് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ആകെ വേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ്, ഡാറ്റാസ് ഒക്കെ ഹൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പരസ്യമോ അഡ്വർടൈസ്മെൻറ്റോ കാര്യം അങ്ങനെ ഒന്നും തന്നെ വരില്ല. അതുപോലെ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കൂടി ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അഥവാ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ പിക്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോ ഫയൽസ് എന്ന് കാണാം. താഴെ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇമ്പോർട്ട് ഫോട്ടോസ്, ഇമ്പോർട്ട് വീഡിയോസ്, അതർ ഫയൽസ്, ഇമ്പോർട്ട് ഓഡിയോ, ക്രിയേറ്റ് കോണ്ടാക്ട്, ക്രിയേറ്റ് നോട്ട് ഫ്രം ക്യാമറ എന്നിങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഞാൻ എൻ്റെ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫോട്ടോസ് ഇതിലേക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനായി ഇമ്പോർട്ട് ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മുടെ മ്യൂസിക്കും ഓഡിയോ ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നു, അതും അലോ ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പലവിധ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇവിടെ ഓൾ ഫയൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ശേഷം കുറച്ചൊന്ന് 2-3 സെക്കൻഡ് ഒന്നുകൂടി ലോഡിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഗാലറിയിലുള്ള ഫോട്ടോസ് മൊത്തം ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നത് കാണാം. ഇതിൽ നിന്ന് എനിക്ക് ഏതൊക്കെ ഫോട്ടോസാണോ വീഡിയോസാണോ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത്, ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ട കാര്യം. അതിനായി ഞാൻ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം സെലക്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സെലക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും ആ ഒരു ആപ്ലിക്കേഷനിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ആകെ 2-3 ഫോട്ടോസ് മാത്രമേ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനൊരു 3 ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ താഴെയായി കാണാം മൂവ് ടു വാൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാം. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഡിലീറ്റ് ഫ്രം പബ്ലിക് ഗാലറി. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെക്കുന്നതും ഹൈഡ് ചെയ്ത് വെക്കുന്നതും ഒക്കെ നമ്മുടെ ഗാലറിയിൽ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഗാലറിയിൽ നിന്ന് കൂടി അത് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനായി ഡിലീറ്റ് ഫ്രം പബ്ലിക് ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യുന്നു.
ശേഷം ഇവിടെ ഇവർ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷനാണ്. അതും കൂടി ഒന്ന് എലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളുടെ ഫോണിൽ അഥവാ റീസെൻറ്റ് ഡിലീറ്റഡിലോ അല്ലെങ്കിൽ റീസെൻറ്റ് ബിൻ എന്ന ഓപ്ഷനിലോ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റോർ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടി പോയി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് വിടുകയാണ്. എക്സിറ്റ് അടിച്ചു. ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ മെനു എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പലവിധ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ക്ലോക്ക് എന്നൊരു ആപ്ലിക്കേഷനും കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഫോൺ മറ്റാരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാലോ അവർ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ, അതുപോലെ ഒരു ആപ്ലിക്കേഷൻ കാണുമ്പോൾ ആർക്കും യാതൊരുവിധ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. സാധാരണ ഒരു ക്ലോക്കിൻ്റെ ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഇതും കാണപ്പെടുക. ഞാനിപ്പോൾ ഈ ഒരു ക്ലോക്ക് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ശേഷം ഒരു 2-3 സെക്കൻഡ് ലോഡിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് കാണാം. ഇത് ആദ്യം മാത്രമേ വരികയുള്ളൂ. നിങ്ങൾ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കില്ല. ഞാനിവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സമയം 5:02 ആയിട്ടുണ്ട്. അതായത് 17:02 എന്നിവിടെ കാണാം. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് ഫോണിലെ ടൈമും 5:02 തന്നെയാണ്. നമ്മുടെ ഫോണിൽ ഏത് ടൈമാണ് ഉള്ളത് ആ സെയിം ടൈം തന്നെയാണ് ഈ ഒരു ക്ലോക്ക് എന്ന ആപ്ലിക്കേഷനിലും കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാം. യാതൊരു ഡിഫറൻറ്റും തോന്നിപ്പിക്കാത്തക്ക വിധം നോർമൽ ക്ലോക്കിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നതിനാലും ഇൻ്റർഫേസ് കാണപ്പെടുക. ഇനി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച ഫോട്ടോസും വീഡിയോസും എങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു ക്ലോക്കിൻ്റെ സെൻട്രലിൽ കാണുന്ന ഇവിടെ ഞാൻ ഒന്നുകൂടി പ്രസ് ചെയ്യുന്നു. അപ്പോൾ ടൈം ഒന്നുകൂടി റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 5:40 എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ക്ലോക്കിൻ്റെ സെൻട്രലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ സ്റ്റോറായി കിടക്കുന്നത് കാണാം. ഇനി ആ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ ഗാലറിയിലേക്ക് തിരികെ കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഫയൽസാണ് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് റിട്രീവ് ചെയ്യേണ്ടത് അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ അൺലോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലെ ഫയൽസിൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഇനി സെലക്ട് പാത്ത് എന്ന് കൊടുത്ത് നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അൺലോക്ക് എന്ന് ഡിഫോൾട്ടായിട്ട് കൊടുക്കുക. അൺലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ 3 ഫോട്ടോസും നമ്മുടെ ഗാലറിയിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫോണിലുള്ള ഡാറ്റ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഫോളോ ഫോർ മീ.